ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനും പീക്കും പോവാണ്. ഞാൻ ദുബായിലായിരുന്നു, ഉപ്പാടിയും ഉമ്മാടിയും കൂടെ ആയിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ വന്നത്. ശരിക്കും എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെയും പീക്കുവിൻ്റെയും ആദ്യത്തെ യാത്രയാണ്. ഫ്ലൈറ്റ് യാത്ര മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടിയുള്ള ഒറ്റയ്ക്കുള്ള ആദ്യത്തെ യാത്ര. ഉപ്പയും ഉമ്മയും വരുന്നില്ല ഇപ്രാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ. ഞാനും പീക്കുമാണ് പോണത്. മമ്മയും മോളും കൂടി ചില്ല് ചെയ്യാൻ പോവാ. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ ട്രയൽ എക്സ്പീരിയൻസ് എന്നുള്ളത്. കാരണം ഇതുവരെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ, എപ്പോഴും ഉമ്മ തന്നെയാണ് ഫുൾ ടൈം കൂടെ ഉണ്ടാവാറ്. അല്ലെങ്കിൽ ഉമ്മ ഇല്ലെങ്കിൽ പോലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും. ആരും ഇല്ലാണ്ട് ഇതുവരെ പീക്കുരായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസം ഞാൻ തന്നെ ആയിരിക്കും ഒറ്റയ്ക്ക്, ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും ഉണ്ടായിരിക്കുക ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നത്. എനിക്ക് ഒളിച്ചുവിടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. അപ്പോൾ ഞാൻ പോവാണ്. രാത്രി 2:30ക്കാണ് ഫ്ലൈറ്റ്. 8:30ക്ക് കൊച്ചി എയർപോർട്ടിൽ ഞാൻ എത്തും. അങ്ങനെ പീക്കോശി ഉറങ്ങി. പീക്കോശിൻ്റെ ഉറങ്ങണ സമയമായി രാത്രി. നമ്മളപ്പോൾ ഇനി പോകുമ്പോൾ എന്താണ് പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്, ഫുൾ പെട്ടി അവൾക്ക് തന്നെയാണ്. എല്ലാം അവളുടെ സാധനങ്ങൾ. ഞാൻ അത് 5 ജോഡി ഡ്രസ്സ് ഇട്ടെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. വെറും 5 ജോഡി. ഉമ്മാക്ക് പുച്ഛഭാവം അത് പറഞ്ഞ് കേട്ടപ്പോൾ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പോണ വഴിക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ 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 കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. എനിക്ക് ഇച്ചിരി ഒരു ടെൻഷൻ ഇല്ലാതില്ല ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ. കാരണം എനിക്ക് അവളെ ഒറ്റയ്ക്കുള്ളപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അവൾ കരയുമ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ എടുക്കും, അപ്പോൾ കരച്ചിലെടുത്തും, പിന്നെ ഞാൻ ഉമ്മാക്ക് കൊടുക്കും, അപ്പോൾ കരച്ചിലെടുത്തും, അല്ലെങ്കിൽ ഉപ്പാക്കും, അങ്ങനെ 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 കൈമാറിയിട്ട് എപ്പോഴും അയക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇൻഷാല്ല UK പോവുകയാണെങ്കിൽ, ഇപ്പം അടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ തന്നെ വേണമല്ലോ. ഇപ്പം അംജുക്ക ഡ്യൂട്ടിക്കൊക്കെ പോയാൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോവാണ്. വൈറ്റമിൻ ഡി വെക്കണ്ട, അതുകൊണ്ടല്ല. അത് ചിലപ്പം അവര് ഇവിടുത്തെ മാറ്റാനൊക്കെ. എത്ര മില്ലിയ ഉള്ളത്? 20 മില്ലി കൂടി ഇല്ല സാധനം. കുട്ടിയുടെ 50 മില്ലിയേ ഉള്ളൂ. 50 ml അല്ല, മരുന്ന് കുട്ടികളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാലും ഒരാളും ചീത്ത പറയണതല്ല അടുത്ത് മാറ്റുമെന്നാ. എന്റെ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുന്നോ, പീക്കുന്റെ സാധനം തൊട്ട് കളിച്ചാൽ അവർക്ക് തരുന്ന കേസ് കൊടുക്കും. അതെ, ഞാൻ ബാഗിൽ വെക്കാൻ വല്ല സാധനം ഉണ്ടോ? ഇത് ഇന്ത്യയാണ് ബാഗ്. ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്താലോ? നമുക്കിതേ ആ ഒരു വയലറ്റ് പെട്ടിയും ഈ നീല പെട്ടിയും ഈ 2 ബാഗാണ് നമുക്ക് മെയിൻ ലഗേജിൽ കയറ്റി വിടാനുള്ള. ആ ഗ്രേ ബാഗ് ഇല്ല. എങ്ങാനും വെയിറ്റ് കൂടുതലാണെങ്കിൽ ഈ ഗ്രേ ബാഗിൽ സാധനങ്ങൾ ഇട്ടിട്ട് കൊണ്ടുവരും. ഇത് കാരിയറാണ്, കുട്ടീനെ എൻ്റെ മേലേക്ക് തൂക്കാൻ. എന്നോട് കുറേ പേര് നമ്മുടെ ബേബി കാരിയറിൻ്റെ ലിങ്ക് തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രാൻഡ് R4 റാബിറ്റ് എന്നായിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഞാൻ മേടിച്ചതൊരു ഷോപ്പിൽ നിന്നാണ്. ഞാൻ ലിങ്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം. ലിങ്കൊക്കെ കിട്ടും, ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ടബിളാണ്, നമുക്കധികം ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇറങ്ങുവാണ്. ഈ മൊയിലും കുട്ടീനെ അറിയോ? ഇതാണ് എൻ്റെ പീക്കൂസ്, എൻ്റെ മോള്. ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇരിക്കുക. എന്തെങ്കിലും പിടിച്ചേക്കുന്നത് വാശി പിടിക്കരുത്, കരിയരുത്. നല്ല കുട്ടിയാവണോട്ടാ, ചുന്തിരി കുട്ടിയാവണോട്ടാ. കുട്ടികളായിട്ട് സുഖമായി ഉറങ്ങണം. നമ്മൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫോഗായിരുന്നു കേട്ടോ. അയ്യോ, ഒന്നും കാണാൻ പറ്റാത്ത അത്ര ഫോഗായിരുന്നു ആ ടൈമിൽ. എങ്ങനെയാണ് വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റണേന്ന് പോലും മനസ്സിലായിരുന്നില്ല. കുറച്ച് നേരം മാത്രം, കുറച്ച് ദൂരം മാത്രമായിരുന്നു ഇങ്ങനെ. പക്ഷെ നല്ല രസമായിരുന്നു, കാണാനൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നും. നോക്കി ഫ്രണ്ടിൽ നോക്കി എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഇവിടെ ഈ മോളിൻ്റെ ഉള്ളിൽ ദേപ്പുട്ടുണ്ടെന്ന്. ഞാൻ UAE വന്നിട്ട് ഇതുവരെ ദേപ്പുട്ടിൽ പോയിട്ടില്ല. എപ്പോഴും പോകണമെന്ന് വിചാരിക്കും. അവിടുത്തെ വേറെ ഏതൊക്കെ സ്ഥലത്തുണ്ട്, അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ദേപ്പുട്ടിൽ. അപ്പം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അവിടെ. സോ നമ്മളിപ്പോൾ ദേപ്പുട്ടിക്ക് പോവാം. ഇനി ഇവിടെ എങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവിടെ
ഇവിടെ ഉണ്ടല്ലോ പുട്ടിൻ്റെ പേരുകൾ കേൾക്കാനായിരുന്നു ഏറ്റവും രസം ഉണ്ടായിരുന്നത്. പലതരം പുട്ടുകൾ. അതും എനിക്ക് തോന്നുന്നത് ദിലീപിൻ്റെ ഓരോ മൂവി ബേസ് ചെയ്തിട്ടുള്ള പേരുകളാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പല പല പുട്ടുകൾ. അപ്പം എനിക്ക് ഏതെടുക്കണം, ഞാൻ പുട്ടിൻ്റെ ഫാനാണ് ആക്ച്വലി. പക്ഷെ ഇപ്പം ഇവിടെ പല പല വെറൈറ്റി കാരണം ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന് ഓരോരുത്തരും ഓരോ പുട്ട് പറയാം, ഓരോ വെറൈറ്റി പുട്ടുകൾ പറയാമെന്ന് വിചാരിച്ച്. അയ്യോ, ഇത് ഞാൻ എൻ്റെ മൊയിലും കുട്ടിയുടെ ഒരു ക്ലോസപ്പ് വ്യൂ എടുത്തതാണ്. ഈ കറക്റ്റ് ഒരു ടെഡി ബെയർ. എനിക്ക് ഇവളെ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കറക്റ്റ് എൻ്റെ ഒരു പാവക്കുട്ടി, ജീവനുള്ളൊരു പാവക്കുഞ്ഞിനെ പോലെയാണ് എനിക്കിടയ്ക്ക് ഇവളെ തോന്നാറ്. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ക്യാപ്പ് ഉണ്ടായിരിക്കും ഡ്രസ്സിന്, എന്തെങ്കിലും ക്യാപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അവളുടെ ഫീറ്റ് ഫുള്ള് കവർ ചെയ്യുന്ന ടൈപ്പായിരിക്കും. ഇത് രണ്ടാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കാറ് കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വിട്ടുകൊടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, മാഷാ അല്ലാ. നമ്മുടെ പുട്ടുകൾ വന്നിട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് നല്ല നമ്മൾ പള്ളിക്കറിയൊക്കെ ഇല്ലേ, നമ്മളെ ബീഫ് പള്ളിക്കറിയൊക്കെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടില്ലേ ബീഫ്, അതേ ടേസ്റ്റായിരുന്നു ബീഫ്. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇതാണ് ഉമ്മ എടുത്തത്. ഇതിലെല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കീമ ബീഫ് ഉള്ളി സ്റ്റഫ് ചെയ്തിട്ടുള്ള സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുട്ട് ഫുള്ളിരുന്ന് കഴിച്ചു. ഞാൻ ഇത്ര പുട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്നെ കുറേ ഇല്ലേ. നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ സത്യത്തിൽ ഇവിടുത്തെ എല്ലാം കഴിയുമ്പോഴേക്കും എനിക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമാവും. നമ്മൾ അത്ര നേരത്തൊന്നുമല്ല, കുറച്ച് ലേറ്റായിട്ട് എത്തിയത്, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എത്തിയപ്പോൾ. പക്ഷെ അതാണ് നല്ലത്, കാരണം ഞാനും ബേബി ഒറ്റക്കായ കാരണം നമ്മൾ ഒത്തിരി നേരം വിട്ടിരിക്കുന്നത് ചടങ്ങായിരിക്കും. ഇവിടെ ബോർഡിംഗ് പാസ് വരെ ഉപ്പാക്കും ഉമ്മാക്കും വരാമെന്നുള്ളതൊരു വലിയ സമാധാനമുള്ളൊരു കാര്യമാട്ടോ എനിക്ക്. എന്തോ ഒരു പക്ഷേ ഇവരെ യാത്ര അയക്കുന്നൊരു വലിയ ടാസ്ക് ആയിരുന്നു എനിക്ക്. ശരി, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഉപ്പയും ഉമ്മയും യാത്ര പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതായി. എന്നെക്കാളെ വിഷമമായിട്ടുണ്ട് ഉപ്പാക്കും ഉമ്മാക്കും. ഉപ്പ എങ്ങനെയായിരുന്നെന്ന് അറിയോ, വണ്ടി കയറിയപ്പോൾ തൊട്ട് വെറുതെ ഉപ്പാക്ക് ആകെ കൂടെ ഒരു മൂശായിട്ടായിരുന്നു. സങ്കടം വന്നിട്ട് പീക്കൂസിനെ പിരിഞ്ഞിരിക്കാൻ പോലും. അപ്പോൾ പീക്കൂസ് ആണെങ്കിൽ ഉപ്പാനായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ, ഫുള്ള് ഉപ്പാനായിട്ട് കമ്പനി ആയിരുന്നു. എനിക്ക് ഏറ്റവും എന്നോട് എൻ്റെ അഭിമാനം തോന്നുന്നു, ഞാൻ ഇവളെയും ഹാൻഡിൽ ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ആക്ച്വലി 2 ഹാൻഡ് ലഗേജും കൂടി ഉണ്ട്, നല്ല വെയിറ്റുള്ള. കാരണം അത് മെയിനിക്ക് വിടാൻ പറ്റിയില്ല, വെയിറ്റ് കൂടുതലായപ്പോൾ എനിക്കതെൻ്റെ കയ്യിൽ തന്നു വിട്ടു. അപ്പോൾ അതും പിടിച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. 2 എണ്ണം ഉണ്ട്. ഫ്ലൈറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. മെയിൻ റീസൺ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടിയും സുഖമായിരുന്നു. പിന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് എനിക്ക് ഒന്നാമത്തെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ടേക്ക് ഓഫിൻ്റെ ടൈമിൽ പീക്കൂസ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് മെയിൻ ഉണ്ടായിരുന്നത് അവൾക്ക് ചെവി വേദന വരരുത്, കരയരുത് എന്നുള്ളതാണ്. വേദന വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് നന്നായി ശ്രദ്ധിച്ചിരുന്നു. ആദ്യം അവളൊന്ന് സുഖമാക്കാൻ വേണ്ടി അവൾ ഫ്ലൈറ്റിൽ കയറുന്ന തൊട്ട് മുമ്പ് ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേക്ക് ഓഫിൻ്റെ ടൈമിൽ നല്ലപോലെ ഫീഡ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടാണ് പീക്കോസിന്. കുറച്ച് അവരുടെ എമിറേറ്റ്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കംഫർട്ടബിൾ ആയിരുന്നു. അതൊക്കെ ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് സുഖമായിട്ട് അവൾ ഉറങ്ങി. ആ ടേക്ക് ഓഫ് അവൾ അറിഞ്ഞേ ഇല്ലായിരുന്നു, സുഖമായിട്ട് ഉറങ്ങി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഫുഡ് കഴിച്ചു, അവൾ ഇതേ പാലും കുടിച്ച് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി. ഞാനും അവളും സുഖമായിട്ട് ഉറങ്ങി. അവൾ അതിലും കിടന്നുറങ്ങി. ഞാനിവിടെ സീറ്റിൽ 3 സീറ്റ് കൂടി നിരന്നിരിക്കല്ലേ, അപ്പോൾ ഞാനും സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ നമ്മളുടെ ലാൻഡിങ്ങിൻ്റെ ടൈമായി. ഞാൻ നോക്കിയൊക്കെ അവൾ നോക്ക്
ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളും സുഖമായി ഉറങ്ങും കേട്ടോ അതിലിരുന്നിട്ട്. അവൾ ലാൻഡ് ചെയ്യാൻ പോകുന്നൊന്നും അറിഞ്ഞില്ല. എന്നാലും ഞാൻ അവളെ കയ്യിലെടുത്ത്, കാരണം ലാൻഡിങ്ങിൻ്റെ ടൈമിൽ പാല് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചെവിവേദന വരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അവളെ ഞാൻ കയ്യിലെടുത്തത് പാല് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ, അവളും സുഖമായിരുന്നു. ഞങ്ങൾ എയർപോർട്ട് എത്തി, കൊച്ചി എയർപോർട്ട്. ഇതായിരുന്നു ഞങ്ങൾ എടുത്ത ഫോട്ടോ, ഞങ്ങൾ ഒരുമിച്ചുള്ള. നമ്മളങ്ങനെ കൊച്ചി എയർപോർട്ടിലെത്തി. നല്ല യാത്രയായിരുന്നു, നല്ല സുഖമുള്ള യാത്രയായിരുന്നു. ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പീക്കൂസ് എന്നെ നോക്കിയാണ് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം അവളുള്ളത് എനിക്ക് ധൈര്യമാണ്. എന്നെ അവൾ നോക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അവളുള്ളപ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളാണ്. ഞാൻ എന്നെയും നോക്കും, ഞാൻ അവളെയും നോക്കും. കാരണം അവൾക്കൊന്നും വരരുതല്ലോ. അപ്പം ഞാൻ ഭയങ്കര എക്സ്ട്രാ കെയർഫുള്ളായിരിക്കും. അവളുള്ളതുകൊണ്ടാണ്. അതെനിക്ക് വന്ന വലിയൊരു മാറ്റം കേട്ടോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരൊക്കെയോ നോക്കാനുള്ള എന്ന് വെച്ചാൽ, ഇപ്പം ഓഫ് കോഴ്സ് എൻ്റെ ഉമ്മ ഉപ്പ അംജുക്ക അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ അല്ല, വേറൊരാൾ, ഒരു ഗാർഡിയൻ ഏഞ്ചൽ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരാളായിട്ട് എനിക്ക് പീക്കൂസിനെ തോന്നിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. എനിക്കൊരു പേടിയും പേടിക്കണ്ട, അവളില്ലേ എനിക്കൊരു പേടിയും പേടിക്കണ്ട എന്നുള്ളൊരു സാധനമായിരുന്നു. ഞങ്ങൾ യാത്രയൊക്കെ സുഖമായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ്. എനിക്ക് ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലഗേജസ് ഉണ്ടായിരുന്നു, ഹാൻഡ് ലഗേജ് ഉണ്ട്. അപ്പോൾ നല്ല വെയിറ്റും ഉണ്ട് അത്. അപ്പോൾ അത് പിടിച്ച് നടക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ മെയിൻ ലഗേജസ് ഒക്കെ കിട്ടുന്ന ഭാഗത്തോട്ടിട്ടേ നമുക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസ് കിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് അല്ലെങ്കിൽ മുന്നേ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു, അത് ചെയ്തിട്ടില്ലായിരുന്നില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കൂളാണ്. ഇനിയാണ് നമ്മുടെ അതിസാഹസികത കാണുന്നത്. എനിക്ക് കൊച്ചി ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു, കുറച്ച് ഏൽപ്പിച്ച സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാനും ഒറ്റയ്ക്ക് വേണ്ട ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ അത് തള്ളിവിടും, പിന്നെ ഞാൻ ഇത് ഉന്തിക്കൊണ്ട് പോകും. ഇങ്ങനെയാണ് ഞാൻ അവിടം വരെ നടന്നത്. അതെനിക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു, ഇവളെയും പിടിച്ചിട്ട്. അവസാനം ഞാൻ എന്തായാലും സാധനമൊക്കെ എത്തിച്ചേണ്ട്. പിന്നെ ഞാൻ ഇവിടെ എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഊബർ ബുക്ക് ചെയ്തു. നമുക്ക് ഞങ്ങൾ ഒരു കൊച്ചിയിൽ എറണാകുളത്ത് നിൽക്കുന്ന 2-3 ദിവസം. അപ്പോൾ ഞാനൊരു ഊബർ ബുക്ക് ചെയ്തു. ഊബറിൽ ഇതേ പോകുന്നു, സാധനങ്ങളൊക്കെ ഞങ്ങൾ നിരത്തി വെച്ച്. ആൾ ഭയങ്കര ഉറക്കോട്ടു, ആളിതൊന്നും അറിയുന്നില്ല. പക്ഷേ യാത്രയുടെ പകുതിക്ക് വെച്ച് എഴുന്നേറ്റ്, പിന്നെ എഴുന്നേറ്റിട്ട് കളിയായിരുന്നു, വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ യാത്ര ഭയങ്കര സുഖമായിരുന്നു. ഇപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ എത്തിയപ്പോൾ തന്നെ ഒരു പുഴുക്കുണ്ടായിരുന്നു, ഒരു ചൂടുണ്ടായിരുന്നു. നമ്മുടെ യാത്ര ഒക്കെ സേഫായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ഞങ്ങളുടെ രണ്ടുപേരും വിശേഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുള്ളതൊക്കെ ഞാൻ പിന്നെയുള്ള വ്ളോഗ് ഇടാം കേട്ടോ.